ലാസ്റ്റ് വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ട ശേഷം ഇത് കാണാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്, എൻ്റെ ഒരു കംപ്ലീറ്റ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ LKG മുതൽ എൻ്റെ നീറ്റ് എക്സാമിന്റെ ആ ഡേ വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന്റെ എന്തെങ്കിലും ഞാൻ പറയുന്നത് ഇതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ നീറ്റ് എക്സാമിന്റെ ഡേ പ്ലസ് എൻ്റെ റിസൾട്ട് ഡേ, ഈ ഒരു 2 ഡേയ്സിന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഇടയിലുണ്ടായ കുറച്ച് സംഭവങ്ങളുണ്ട്, പിന്നെ റിസൾട്ടിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്ന മുമ്പ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, പിന്നെ ഞാൻ നടത്തുന്ന മെന്റർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഉള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ആയവർ അതൊന്ന് ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇനി നേരെ നമുക്ക് എൻ്റെ നീറ്റ് എക്സാമിന്റെ ആ ഡേയിലോട്ട് വരാം. നീറ്റ് എക്സാമിന്റെ ഡേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും, സൺഡേ ആണ് നമുക്ക് നീറ്റ് എക്സാം, എല്ലാ നീറ്റ് എക്സാം പോലെ. അപ്പോൾ സൺഡേ പറഞ്ഞ മുമ്പ് സാറ്റർഡേ, അതായത് നീറ്റ് എക്സാമിന്റെ തലേന്നുള്ള ഡേ ഉണ്ടല്ലോ, ആ ഒരു സാറ്റർഡേന്റെ ഒരു ഈവനിങ് മുതലുള്ള ചെറിയൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അപ്പൊ ഈ കുറെ പേര് എനിക്ക് ഇങ്ങനെ ഭയങ്കര ടെൻഷനാണ്, ഞാൻ എങ്ങനെയാണ് ഈ ടെൻഷൻ മാറ്റുക, ഭയങ്കര സ്ട്രെസ്ഡാണ് ഈ പ്രിപ്പറേഷൻ കാരണം എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഈ നീറ്റിന്റെ ടെൻഷൻ ആൻഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, ആ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും, ഈ ഓൾ ഇന്ത്യ റാങ്ക് 1 മുതൽ എത്ര സ്റ്റുഡൻസ് നീറ്റിന് ചെയ്തിട്ടുണ്ടാവും, ആ എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു സ്ട്രെസ് ഉണ്ടാവും. ഈ സാറ്റർഡേ ഉണ്ടല്ലോ, സാറ്റർഡേ ഈവനിങ്ങിൽ ഞാൻ ഓൾമോസ്റ്റ് ഇങ്ങനെ എൻ്റെ ആ റിവിഷൻ ടൈമില്ല, റിവിഷനൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് എനിക്ക് ഇങ്ങനെ കുറച്ച് ചെറിയൊരു പേടി ഇങ്ങനെ വരാം, ടെൻഷൻ ഇങ്ങനെ കയറാൻ തുടങ്ങി. കാരണം നാളെ നീറ്റ് എക്സാം ആണല്ലോ. അങ്ങനെ എന്താ വെച്ചാൽ ഞാൻ നേരെ ഉമ്മാൻ്റെ അടുത്ത് പോയി. ഉമ്മ അപ്പം ഇങ്ങനെ നിസ്കരിച്ച് ഉമ്മാൻ്റെ മുസല്ലിയിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഉമ്മ ദിക്കർ ഇങ്ങനെ ചെല്ലുന്നു. അപ്പൊ ഞാൻ നേരെ ഉമ്മാൻ്റെ അടുത്ത് പോയി. ഉമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നേരെ പോയി തല വെച്ച് മടിയിൽ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഞാൻ പഠിച്ചൊക്കെ ചെയ്തിരുന്നു, പക്ഷെ എന്നാലും എനിക്ക് ചെറിയ പേടിയാവുണ്ട്. ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇതിനുള്ള എഫേർട്ട് ഇടണല്ലോ, ഇനി അതൊക്കെ കൂടി നാളെ പോയി അപ്ലൈ ചെയ്യണമല്ലോ, അപ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. അപ്പൊ ഉമ്മ പറഞ്ഞൊരു അപ്പോൾ തന്നൊരു മോട്ടിവേഷൻ ഉണ്ട്. എന്തിനാ പേടിക്കണു, അനക്ക് ജെഇ ഓൾറെഡി ക്രാക്ക്, എനിക്ക് ജെഇ 97% ഉണ്ടായിരുന്നു. ജെഇ ക്രാക്ക് ചെയ്തല്ലോ, പിന്നെ ഞാൻ കീമും ക്രാക്ക് ചെയ്തു. അപ്പൊ ഇതിൽ ത്രൂ എനിക്ക് എഞ്ചിനീയറിംഗ് കയറാം. ഇനിയിപ്പോൾ എനിക്ക് നീറ്റ് തന്നെ വേണം, അഥവാ നാളത്തെ നീറ്റ് എക്സാമിന് എന്തെങ്കിലും എനിക്ക് പറ്റിയിട്ട് നീറ്റ് കിട്ടിയില്ലെങ്കിൽ മെഡിക്കലിന് നമുക്ക് ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യാം, അതിനെന്താ പ്രശ്നം. എനിക്ക് എന്താണോ വിധിച്ചത് അതേപോലെ നടക്കും. അപ്പോൾ ഒരു ടെൻഷൻ അടിക്കണ്ട, ഈ നല്ല വൃത്തിക്ക് നല്ല പഠിച്ചത് തന്നെയാണ്. ഇനി എന്താണോ എനിക്ക് നല്ലത്, എനിക്ക് എന്താണോ ഹയർ, അത് നാളെ വിധിച്ചതുപോലെ നടക്കുന്നു. അപ്പൊ എനിക്ക് എന്തായി, ഭയങ്കര ഓക്കെ. എന്നാലും ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്, എന്നാലും കുറച്ചൊക്കെ ഒരു ടെൻഷൻ റിലീവ്ഡ് ആയി. അങ്ങനെ ഞാൻ ബാക്ക് ടു എൻ്റെ റിവിഷനൊക്കെ വന്നിട്ട് അന്ന് ഞാൻ എന്താ വെച്ചാൽ സാറ്റർഡേ കിടന്നുറങ്ങി. അങ്ങനെ സൺഡേ നീച്ചപ്പോൾ ഞാൻ പറയാം, എന്താന്ന് അറിയില്ല, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. എൻ്റെ ആ ടെൻഷനും കാര്യങ്ങളും ഒക്കെ പോയിക്കണം. മേ ബി എൻ്റെ പാരൻസിൻ്റെ എന്താവും, അവരെ പ്രേയേഴ്സ് കൊണ്ട് എന്തെങ്കിലും കേൾക്കാരം. നിങ്ങൾ എൻ്റെ നീറ്റ് എക്സാമിൻ്റെ ആ ടൈമിൽ ഇൻ്റർവ്യൂ എൻ്റെ ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ അന്നൊരു തടിയനായിരുന്നു. ഞാൻ കാരണം എന്താ വെച്ചാൽ ഒരു വർക്കൗട്ടും നീറ്റിൻ്റെ ടൈമിൽ ഫുള്ള് തീറ്റ മാത്രം, വർക്കൗട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. പടുക്കുക, തിന്നുക, കിടന്നുറങ്ങുക, അങ്ങനത്തെ ഒരു ഷെഡ്യൂൾ ആയിരുന്നു. അപ്പോൾ നീറ്റ് എക്സാമിൻ്റെ ഡേൻ്റെ അന്ന് ഞാനൊന്ന് കുറച്ച് ഉഷാറാവാൻ വേണ്ടി അന്ന് ഞാൻ എന്ത് ചെയ്യും, ചെറിയൊരു വർക്കൗട്ട് ഭയങ്കര ഇതൊന്നുമില്ല കേട്ടോ, ചെറിയൊരു കുറച്ചത് പുഷപ്സ്, പിന്നെ ഒന്ന് പുറത്ത് കാർഡിയോ, ചെറിയൊരു ലൈറ്റായിട്ടൊരു കാർഡിയോ ഓടിയൊക്കെ ചെയ്തിട്ട് ഒന്ന് ബോഡിനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഞാൻ എന്തായി, അന്ന് വളരെ പോസിറ്റീവ് കൂടി നല്ല അന്ന് കുളിച്ച് കുട്ടപ്പനായി നല്ല ഫ്രഷ് ആയിട്ട് ഫോർമൽസ് ഒക്കെ ഇട്ടിട്ട് നേരെ വീട്ടിൽ നിന്ന് ഉമ്മാനോടും വീട്ടുകാരോടൊക്കെ ഇങ്ങനെ ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും എൻ്റെ ഉപ്പയും കൂടിയാണ് പോയത്. അന്ന് ഞാൻ ബയോളജി റിവിഷൻ ചെയ്തിരുന്നു. ഇത് ഞാൻ എല്ലാ സ്റ്റുഡൻസിനും റെക്കമെൻഡ് ചെയ്തിട്ടോ. അധികം സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ നീറ്റ് എക്സാമിൻ്റെ ഡേ അന്ന് പഠിക്കുകയേ ചെയ്യരുത്. അന്ന് ഞാൻ എന്താ വെച്ചാൽ കുറച്ചൊന്ന് ബയോളജി റിവൈസ് ചെയ്തിരുന്നു. കാരണം എനിക്ക് ബയോളജിയിൽ ചില ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, എനിക്ക് ലാസ്റ്റ് മൊമെന്റ് ഒന്നുകൂടെ റിവിഷൻ ചെയ്യണമെന്ന് ഞാൻ നോട്ട് ചെയ്ത ചാപ്റ്റേഴ്സ്, ലൈക്ക് എനിക്ക് തോന്നുന്നു ഈ ആനിമൽ കിങ്ഡത്തിന്റെ എക്സാമ്പിൾസ്, പിന്നെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഫാബേസിയ സോളനേസിയ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ടോപ്പിക്സ് ഒന്നും നിങ്ങൾക്ക് അന്ന് റിവിഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് ചെയ്യണ്ടെന്നാണ് ഞാൻ മോസ്റ്റ് ഓഫ് ദി നീറ്റ് ആസ്പിരൻസിനോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ അന്ന് അഥവാ നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സ്പീഡായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ തലയിലോട്ട് കയറുന്നില്ല, എന്തോ മറന്ന പോലെയൊക്കെ തോന്നുകയാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സ്ട്രെസ്, ഒരു ചെറിയൊരു നീറ്റ് എക്സാമിൻ്റെ ഡേ ഒരു സ്പാർക്ക് ഓഫ് സ്ട്രെസ് വന്നാൽ മതി, പിന്നെ അതാണ്ട് ആളിക്കത്തും. ബട്ട് അന്ന് ഞാൻ ഓൾറെഡി ഭയങ്കര പോസിറ്റീവ് എനർജിയിലായതുകൊണ്ട് എനിക്കെന്താ, ഞാൻ അന്ന് അടിപൊളിയായിട്ട് റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ വെച്ചാൽ നേരെ നമ്മളെ ഉപ്പാൻ്റെ കൂടെ ഞാനും ഉപ്പയും കാറിൽ പോയി. ഈവൻ ആ കാറിലുള്ള ടൈമിൽ പോലും ഞാൻ ചെറിയ കാറിൽ നമുക്ക് സ്ക്രീനിലോട്ടും ഈ ബുക്കിലോട്ടൊന്നും നോക്കി നമ്മൾ ഇത് വരുമല്ലോ,
നമ്മുടെ മോഷൻ സിക്നസ്. പക്ഷെ അതൊന്നും വരാത്ത രീതിയിൽ ചെറിയ രീതിയിൽ കാറൊന്നും ഞാൻ ചെറിയൊരു റിവിഷൻ ചെയ്തു. അങ്ങനെ നേരെ എന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലുള്ള ഒരു PV's എന്ന് പറഞ്ഞ സ്കൂളാണ്. അത് പറയലൊക്കെ അറിയുണ്ടാവും. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി. അവിടുത്തെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിലും ക്ലൈമറ്റ് എങ്ങനെയെന്ന് വെച്ചാൽ ഭയങ്കര ചൂടുമല്ല ഭയങ്കര തണുപ്പുമല്ല, ഒരു മഴ ഇങ്ങനെ വരാൻ പോകുന്ന രീതിയിലുള്ള ആ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, കാർമേഘമൊക്കെ ചെറുതായിട്ട് മൂടിയിട്ട് ചെറിയൊരു കാറ്റൊക്കെ വന്നിട്ടുള്ള ക്ലൈമറ്റ്. അങ്ങനെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി ഇപ്പാനോട് സലാമൊക്കെ പറഞ്ഞിട്ട് നേരെ ഇങ്ങനെ സെന്ററിലേക്ക് നടന്നു. പിന്നെ അവിടുത്തെ കുറച്ച് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നീറ്റ് എക്സാം കയറുന്നതിന് മുമ്പേ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ ക്ലാസ് റൂമിലോട്ട് ഇങ്ങനെ നടന്നിട്ട് ഞാൻ ക്ലാസ് റൂമിൽ കയറി. അപ്പോൾ ക്ലാസ് റൂമിൽ എൻ്റെ സീറ്റ് എവിടെയെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ 2 റോല് ഈ ലെഫ്റ്റ് സൈഡിൽ ഇപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോഴുള്ള റൈറ്റ് സൈഡിലെ ഒരു 3rd or 4th ബെഞ്ചായിരുന്നു. 4th ബെഞ്ചിലെ ആ അറ്റത്ത്. അപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ അപ്പുറത്തൊരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു, ഇപ്പുറത്ത് പറഞ്ഞാൽ ഒരു വിൻഡോ ആയിരുന്നു. അപ്പോൾ ആ വിൻഡോ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ അവിടെ എത്തിയത് ഏകദേശം ഒരു 1:30 മണിക്കാണ്. 1:30 മണിക്കുമ്പോഴേക്കിന് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഇരുന്നാണ്. അപ്പോൾ ഈ വിൻഡോ സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ക്ലൈമറ്റും അപ്പോൾ തന്നെ എന്താ ഒരു നല്ലൊരു ചെറിയ കാറ്റ് അതിലൂടെ വരിക. ചുരുക്കി പറഞ്ഞ ക്ലാസ് റൂമിൽ ഞാൻ എത്തിയപ്പോൾ വളരെ കൂളായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഞാൻ അങ്ങനെ പുറത്ത് നോക്കിയിട്ട് ഫുൾ നേച്ചറൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ക്ലോക്ക് ഒക്കെ നോക്കി ഇങ്ങനെ ടൈം ഇങ്ങനെ മൂവ് ചെയ്യുന്നതൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഒരു രസം എന്താ വെച്ചാൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1:45 ഒരു ചെറിയൊരു മഴയാണ് പെയ്തു. ചെറിയ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയല്ല കേട്ടോ, ഭയങ്കര ഈ കുത്തിയൊലിച്ചിന്റെ ചിലപ്പോൾ മഴ, ഒരു ചെറിയൊരു ഇളം മഴ. അതിന്റെ കൂടെ തന്നെ നല്ലൊരു ഇളം കാറ്റ്. ഞാനാണെങ്കിൽ വിൻഡോന്റെ സൈഡിലായതുകൊണ്ട് ഞാനിങ്ങനെ അതൊക്കെ നോക്കി നിന്നിട്ട് ഫുൾ ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ ആയി. അങ്ങനെ ഏകദേശം 2 മണിയായപ്പോൾ നമ്മളുടെ കയ്യിൽ കറക്റ്റ് തന്നെ പേപ്പർ കിട്ടി. 2 മണിക്ക് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റി. നമ്മുടെ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഭയങ്കര ഇൻവിജിലേറ്ററിന്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞില്ല, ഇൻവിജിലേറ്റർ നോക്കുകയാണെങ്കിലും അടിപൊളി, അന്നത്തെ ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ അടിപൊളി. മൊത്തത്തിൽ ഒരു പോസിറ്റീവ് എനർജിയിൽ ഞാൻ എന്താ വെച്ചാൽ വിസ്മയം ചൊല്ലി നേരെ നീറ്റ് എക്സാമാണ് തുടങ്ങി. അങ്ങനെ ഞാൻ നേരെ ഫസ്റ്റ് പോയത് ബയോളജിയിലോട്ട് കേട്ടോ. ഞാൻ മോക്ക് എക്സാം ഒക്കെ എഴുതി ഒരു എക്സാം പാറ്റേൺ ഫിക്സ്ഡ് ആക്കിയിരുന്നു. എങ്ങനെ വെച്ചാൽ ഫസ്റ്റ് ബയോളജി, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്. അപ്പോൾ ഞാൻ നേരെ പോയി ബയോളജി. അങ്ങനെ നേരെ ബയോളജിയിൽ പോയിരുന്ന് ബയോളജി ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ 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 ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ കിട്ടുന്നുണ്ട് എനിക്ക്. 1 2 3 4 5 6 7 അങ്ങനെ ഇങ്ങനെ വന്ന് നേരെ 90 ക്വസ്റ്റ്യൻസും ഞാനത് ഫിനിഷ് ആക്കി. 90 ക്വസ്റ്റ്യൻസ് ഞാൻ 45 മിനിറ്റ്സ് ഉണ്ട്. അതായത് ഏകദേശം ഒരു 2:45 എൻ്റെ ബയോളജി ഫുള്ളാണ്ട് തീർന്നു. അപ്പം എനിക്ക് ചെറിയൊരു ഉള്ളിൽ അയ്യോ തീർന്നു ആ ഒരു സന്തോഷമുണ്ട്. അപ്പം എനിക്ക് ചെറിയൊരു പേടി, അയ്യോ ഞാൻ കുറച്ച് ഓവർ കോൺഫിഡൻസിൽ അല്ലെങ്കിൽ കുറച്ച് ഓവർ സ്പീഡായോ, കുറച്ചുകൂടി ഞാൻ കുറച്ചും കൂടെ മെല്ലെ കുറച്ചുകൂടെ വായിച്ചിട്ടൊക്കെ ചെയ്യേണ്ടിയിരുന്നു. ബട്ട് കുഴപ്പമില്ല, ഞാൻ ഓരോ ക്വസ്റ്റ്യനും 2 വട്ടമൊക്കെ വായിച്ചിരുന്നു. അങ്ങനെ വായിച്ച് ആ ഒരു ഈ സ്പീഡിലൊക്കെ എത്താൻ കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ ബയോളജി NCERT ഇങ്ങനെ അരച്ച് കുടിച്ചിരുന്നിട്ടാ വായിച്ച് ആ ഒരു ലെവലിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ ഒരു 45 മിനിറ്റ്സ് ആയപ്പോൾ ബയോളജി തീർന്നു. അപ്പൊ എനിക്ക് ആകെ ഒരു അയ്യോ 50% ഓഫ് ദ നീറ്റ് കഴിഞ്ഞു. അതായത് 360 ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഒക്കെ ഞാൻ വൃത്തിക്ക് തന്നെ എഴുതിക്കണു. അപ്പൊ എനിക്ക് എന്തായാലും 360 ഔട്ട് ഓഫ് 360 കിട്ടും എന്നുള്ളത് ഞാൻ അപ്പൊ തന്നെ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ നേരെ ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ ഞാൻ കെമിസ്ട്രിയിലോട്ട് പോയി. കെമിസ്ട്രി ഇതേപോലെ ചെയ്ത് വന്ന് അടുത്ത 45 മിനിറ്റ്സ്, അതായത് നമ്മൾ 2:45 കഴിഞ്ഞിട്ട് 3:30 ആയപ്പോഴേക്കിന് എൻ്റെ കെമിസ്ട്രിയും തീർന്നു. ബട്ട് കെമിസ്ട്രിയിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ്, അതായത് 42-43 ക്വസ്റ്റ്യൻസ് ഞാൻ കെമിസ്ട്രിയിലും ചെയ്ത് കഴിഞ്ഞു. ഈ 2-3 ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഞാൻ അടുത്ത റൗണ്ടിലേക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു. അപ്പൊ ഏകദേശം സമയം ഒരു 3:30 ആയി. ഇനി 1.5 മണിക്കൂർ ബാക്കിയുണ്ട്. അതായത് 50% ഓഫ് ദ നീറ്റ് എക്സാമിന്റെ ടൈം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും എൻ്റെ കെമിസ്ട്രിയും കഴിഞ്ഞു, ബയോളജിയും കഴിഞ്ഞു. അപ്പൊ ഈ ഒരു കോൺഫിഡൻസോട് കൂടി ഞാൻ എന്താ വെച്ചാല് കെമിസ്ട്രി ഞാൻ അപ്പം തന്നെ ആകെ 2-3 ക്വസ്റ്റ്യൻ ഉള്ളൂ. ഞാൻ സാധാരണ ഇപ്പോൾ ഒരു കെമിസ്ട്രി മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഒരു 7 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ വെക്കുകയാണെങ്കിൽ ഫിസിക്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അടുത്ത റൗണ്ടിലോട്ട് വരുള്ളൂ. ബട്ട് കെമിസ്ട്രി ആകെ 2-3 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ തന്നെ ഞാൻ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഈ 2-3 ക്വസ്റ്റ്യനും സോൾവ് ചെയ്തു. അപ്പം എൻ്റെ മൈൻഡിൽ എന്തായി, ഓക്കെ ഞാൻ ഉറപ്പിച്ചിരുന്നു കെമിസ്ട്രിയിൽ എനിക്ക് ഫുൾ മാർക്ക് ഞാൻ ഉറപ്പിച്ചു. അപ്പോൾ 360 ബയോളജിയിൽ ഉറപ്പിച്ചു. ഈ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ നേരെ ഫിസിക്സിലോട്ട് കയറുന്നത്. നമ്മളെ ടൈം നോക്കുകയാണെങ്കിൽ നീറ്റ് 2021 ഏറ്റവും മൂന്നിലും ടഫസ്റ്റ് ഫിസിക്സ് ആയിരുന്നു. ബട്ട് എന്താണെന്നറിയില്ല, ഒന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ ഞാൻ പുലിയാണ്, ഞാൻ കുറേ ചെയ്ത് ഫിസിക്സിൽ പുലിയായതാണ്. പിന്നെ എനിക്ക് ഈ ഒരു ബയോളജി ആൻഡ് ഫിസിക്സ് ഫുൾ കറക്റ്റ് ആക്കി ഫുൾ മാർക്ക് ഞാൻ ഉറപ്പിച്ചിരിക്കണ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഈ ഒരു 2 കാര്യങ്ങളോട് കൂടി ഞാനാണ് ഫിസിക്സ് സോൾവ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് പറഞ്ഞാൽ 2 സെക്ഷൻ ആയിട്ട് ചെയ്യുന്നു കേട്ടോ. സെക്ഷൻ എയിൽ 35 ക്വസ്റ്റ്യൻസും സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻസ്, അതിലേതെങ്കിലും 10 അറ്റൻഡ് ചെയ്തത് അങ്ങനെയായിരുന്നു. അങ്ങനെ ഫിസിക്സും ഞാനിങ്ങനെ ടൈം എടുത്ത്, കാരണം ടൈം 1.5 മണിക്കൂറുണ്ട്. അങ്ങനെ ടൈം എടുത്ത് ചെയ്ത് സെക്ഷനെ
35 ക്വസ്റ്റ്യൻസിൽ ഞാൻ ഇതേപോലെ കെമിസ്ട്രിനെ പോലെ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത റൗണ്ടൊക്കെ ചെയ്യാൻ വേണ്ടി വെച്ചു. എന്നിട്ട് ഞാൻ നേരെ സെക്ഷൻ ബിക്ക് പോയി. സെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 15 ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ബട്ട് എന്നാലും നമ്മുടെ ടൈമിലുള്ള സെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ JEE ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അങ്ങനെ എന്താ വെച്ചാൽ ബട്ട് എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ടൈമുണ്ട്, പിന്നെ എനിക്ക് ഫിസിക്സിൽ അത്യാവശ്യം കോൺസെപ്റ്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഇരുന്ന് ചെയ്ത് എന്താ വെച്ചാൽ ഞാൻ അതും കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് ഞാൻ നേരെ എന്തായി സെക്ഷൻ എയിൽ ഞാൻ ബാക്കി വെച്ച 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതിലേക്ക് വന്നിട്ട് അതിൽ ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം അവിടെ വെച്ചു. അതായത് 34 ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ ഞാൻ വേണ്ട, വെറുതെ റിസ്ക് എടുക്കണ്ട എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തി. ഈ ഒരു ടൈം ആയപ്പോഴേക്കിന് ഏകദേശം ടൈം ഒരു 4:45 ടൈമാണ്. അപ്പോൾ 15 മിനിറ്റ്സ് ബാക്കിയുണ്ട്. ഇനി എനിക്കാകെ ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ബട്ട് എനിക്ക് 2 ഓപ്ഷനിൽ കിടന്നിട്ട് ഇങ്ങനെ ഓരോ ഡൗട്ട് അടിച്ചു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ വേണ്ട, ഒരു ക്വസ്റ്റ്യൻ 720 ബാക്കിയുള്ള ക്വസ്റ്റ്യനൊക്കെ കറക്റ്റാന്ന് ഉറപ്പാ. അപ്പോൾ 720 716 അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരു 5 മിനിറ്റ്സും കൂടി ഞാൻ നോക്കി. അങ്ങനെ ഒരു 4:50 ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു വേണ്ട, ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ നോക്കി. എൻ്റെ മൈൻഡ് വേറെ ലെവലിലേക്ക് എത്തി. ഞാൻ ഒരു എയർ കയറി. ഞാൻ എന്താ ഈ എയിംസ് ഡൽഹി ഓൾ ഇന്ത്യ ഞാൻ ടോപ്പർ ആവുന്നു, എൻ്റെ ഇന്റർവ്യൂസ് എടുക്കാൻ വരുന്നു, അങ്ങനെ ഞാൻ ഭയങ്കര സംഭവം ആവുന്നു എന്നൊക്കെ ഇങ്ങനെ കണ്ട് പിന്നെ എനിക്ക് എന്താ വെച്ചാൽ ഇതൊന്ന് പെട്ടെന്ന് തീർത്തിട്ട് ഇങ്ങനെ പാരൻസിനോട് പോയി ഇതൊക്കെ ഒന്ന് പറയണം എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ആയി. അങ്ങനെ 5 മണി ആയപ്പോൾ ഞാൻ നേരെ പേപ്പർ കൊടുത്തിട്ടു പെട്ടെന്ന് ഉപ്പാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ റഷ് ചെയ്തു. അങ്ങനെ ഇപ്പം അവിടെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഇപ്പം ഇങ്ങനെ അടുത്തേക്ക് എത്തി. ഇപ്പൊ നേരെ അടുത്ത് എത്തുക ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പനോട് ആദ്യം പറഞ്ഞത് 716 ഉണ്ടാവും, നമുക്ക് നേരെ ബുള്ളറ്റ് വാങ്ങാൻ പോവാം. അപ്പോഴേക്കിന് ഇപ്പം ഭയങ്കര ഇതായിട്ട് ഇപ്പൊ ഇങ്ങനെ ഇൻഷാ അല്ലാ മാഷാ അല്ലാ അൽഹംദുലില്ലാ അപ്പനെ തൊള്ളിന്ന് വന്നതൊക്കെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ കാറിലോട്ട് നടന്നു. എന്നിട്ട് ഞാൻ അങ്ങനെ പേപ്പറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ കാറിൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഉമ്മാനോട് കോൾ ചെയ്തിട്ട് തന്നെ എല്ലാം പറഞ്ഞു. അങ്ങനെ ഇപ്പൊ പറഞ്ഞു വല്ലാതെ പറയണ്ട, നമുക്ക് ഈ ഈവിളൈസ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അപ്പൊ വല്ലാതെ പറയണ്ട, നമുക്ക് നീറ്റ് റിസൾട്ട് വന്നിട്ട് അങ്ങനെ എല്ലാവരോടും പറയാം. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കുറച്ച് സീക്രട്ട് ആയിട്ട് വെച്ചാൽ പിന്നെ ആൻസർ കീ ഒക്കെ വരട്ടാനുള്ളത്. അങ്ങനെ എന്താ വെച്ചാല് ഞാൻ തിരിച്ചെത്തി. അപ്പൊ തന്നെ ഇങ്ങനെ ഓരോ പേപ്പർ ഡിസ്കഷൻ ഒക്കെ യൂട്യൂബിൽ തുടങ്ങി. അപ്പൊ ഞാൻ മൈൻഡ് ആക്കിയിട്ടില്ല കാറിൽ. ഞാൻ അങ്ങനെ ഫുള്ള് റിലാക്സ് ചെയ്യുന്നു. അയ്യോ ഇതൊക്കെ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സാധനം ഇങ്ങനെ മൈൻഡിൽ വന്നിട്ട് ഇനി ഫുള്ള് ചില്ലടിക്കാലോ, ഇനി കോളേജ് ലൈഫ് ആണല്ലോ എന്നുള്ള സാധനമൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കളിക്കുന്നു. അപ്പൊ ഞാൻ ഏകദേശം വീട്ടിലെത്തി ഇങ്ങനെ ഏകദേശം ഒരു സൊല്യൂഷൻ നോക്കി. അപ്പൊ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൊല്യൂഷൻ ഞാൻ അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കി. നമുക്ക് മനസ്സിലായി ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ എൻ്റെ തെറ്റിക്കണം. അപ്പൊ എന്തായാലും ഒരു 695+ എനിക്ക് ഉറപ്പായി. ബട്ട് എന്നാലും എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ ആ തെറ്റിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ബേസിക് ആയിട്ട് ഈസി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. അതായത് ഭയങ്കര കോൺസെപ്റ്റ്സ് അപ്ലൈ ചെയ്തിട്ട് ഭയങ്കര ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കറക്റ്റ് ആക്കി. ബട്ട് ഈ ഈസി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഓവർ കോൺഫിഡൻസ് എനിക്ക് വന്നു. അതെന്താ വെച്ചാൽ എനിക്ക് കുറഞ്ഞു. അപ്പൊ എനിക്ക് ചെറിയൊരു വിഷമമായി. ബട്ട് പിന്നെന്തായി ഫുള്ള് ആ ടൈമിൽ ഒരു ജോളി മൈൻഡായി. ഇനി എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഒരു 695+ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ എയിംസ് ഡൽഹി കിട്ടിയില്ലെങ്കിലും ജിപ്മർ എനിക്ക് ഉറപ്പായി എന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു ടൈമിൽ എൻ്റെ മൈൻഡായി. പിന്നെയുള്ള ടൈം പറഞ്ഞാൽ എന്താ, ഞാൻ ഇങ്ങനെ ഫുള്ള് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഫാമിലിൻ്റെ ഒപ്പം ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ടൈം ആയിരുന്നു. അങ്ങനെ എന്താ വെച്ചാൽ ഇങ്ങനെ ടൈം കഴിഞ്ഞ് NTA അവർ ഒഫീഷ്യൽ ആൻസർ കീ റിലീസ് ചെയ്തു. അങ്ങനെ ഒഫീഷ്യൽ ആൻസർ കീ വെച്ചു. പിന്നെ എൻ്റെ OMR വന്നു. അപ്പൊ ഇത് വെച്ച് നോക്കിയപ്പോ എന്താ വെച്ചാല് 3 ക്വസ്റ്റ്യൻ എൻ്റെ തെറ്റിയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി 3 ക്വസ്റ്റ്യൻ തെറ്റി പ്ലസ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടു. അപ്പൊ എന്തായി 701 മാർക്ക് എന്നുള്ളത് എനിക്ക് ഉറപ്പായി. അപ്പൊ തന്നെ യൂണിവേഴ്സിൽ നിന്നും സൈലത്തു നിന്നൊക്കെ മെന്റേഴ്സ് മെസ്സേജ് അയച്ചിരുന്നു എത്ര ഉണ്ട് മാർക്കൊക്കെ. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ 701 ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരും ഭയങ്കര ഹാപ്പി ആയി. എന്നിട്ടാണ് സൈലത്തു നിന്ന് LK സാറ്, വേൽമുരുകൻ സാറും പിന്നെ FM സാറൊക്കെ കൂടി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടോ ഭയങ്കര അപ്പൊ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യലും, പിന്നെ AF സാറ് അങ്ങോട്ട് യൂണിവേഴ്സിലേക്ക് സാറെ പോയിട്ട് കാണുന്നത്, അവിടെയും ഭയങ്കര അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലാഗ്. NTA ഇങ്ങനെ റിസൾട്ട് നാളെ വരും എന്ന് പറഞ്ഞങ്ങനെ കളിപ്പിക്കുക. സൂൺ ഇന്ന് വരും, ചിലപ്പോൾ രാവിലെ ഇന്ന് വരും എന്ന് പറയും, ഇന്ന് ഈവനിങ് വരും. ബട്ട് ഈവനിങ് ആയിട്ട് വരും, എന്താ 2 ദിവസം കഴിഞ്ഞിട്ട് വരും, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വരും, നാളെ വരും. അങ്ങനെ നാളെ വരും. ഇങ്ങനെ ഒരു കളിയിൽ ഒരു ലൂപ്പിൽ ഇങ്ങനെ പോയിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ 2 മാസം ഹോസ്റ്റലിൽ നീന്നു. ആ ഒരു ഫ്രണ്ട്സ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെച്ചാല് നീറ്റിന്റെ റിസൾട്ട് വന്നിട്ട് പോവാൻ നിന്നു. ബട്ട് എന്താ ചെയ്യാ, റിസൾട്ട് ഇങ്ങനെ ലാഗ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങളൊന്ന് നോക്കണം, ഞാന് നീറ്റിന്റെ റിസൾട്ട് ഇന്നാണ് വരുന്നത് വിചാരിച്ചോ, ഇതിന്റെ തലേ ദിവസം നമ്മൾ ഉറപ്പിച്ചത് നാളെ നമ്മൾ ട്രിപ്പ് പോവാം. കുറെ എന്തായാലും നീറ്റ് നാളെ വരും റിസൾട്ട് വരുന്ന ഇങ്ങനെ പറയുന്നുണ്ട്. ബട്ട് വരുന്നില്ല. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ട്രിപ്പ് പോവാന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ടിന്റെ തലേദിവസം എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ വന്ന് നിന്നിട്ട് അന്ന് നമ്മൾ നൈറ്റ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ട്രിപ്പ് തുടങ്ങി. അങ്ങനെ അന്ന് ഫുള്ള് കൊച്ചി എറണാകുളം ഫുള്ള് കറങ്ങി ജോളിയായി. അപ്പോഴും ഒക്കെ രാവിലെ ഇങ്ങനെ പറയുന്നു കേട്ടോ, ഇന്ന് ഈവനിങ്
റിസൾട്ട് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഇതെന്നും പറയണ പോലെ വരാണ്ട് ചാൻസ് ഉണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ നീണ്ടു പോയുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ വെച്ചാല് ഏകദേശം ഒരു ഈവനിങ് ആയപ്പോ നമ്മൾ ലുലു മാൾ കയറി കൊച്ചിയിൽ. അങ്ങനെ മാളിൽ നമ്മളിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ എന്താ വെച്ചാല് എന്റെ ഫോൺ ചാർജ് കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ആയി. പിന്നെ അവിടെ കുറച്ചു നേരം കറങ്ങി നമ്മളിങ്ങനെ അവിടുന്ന് ഇങ്ങനെ തിരിച്ചിറങ്ങി പോരുമ്പോഴാണ് എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് നീറ്റിന്റെ റിസൾട്ട് വന്നല്ലോ. അപ്പോഴേക്കിന് എനിക്കിങ്ങനെ ഇങ്ങനെ കിട്ടുന്നിട്ട് അയ്യോ ഇന്ന് തന്നെ ആ ഇത്രയും കാലം വരാതെ ഞാൻ ആ ട്രിപ്പ് പോയ അന്ന് തന്നെ എന്റെ റിസൾട്ട് വന്നു പറയുമ്പോൾ എന്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ്. ഞാനെന്താ വെച്ചാൽ ഇവരെ ഫോണിൽ എന്റെ ഇതൊന്നും അറിയില്ലല്ലോ, എന്റെ അഡ്മിറ്റ് കാർഡ് റോൾ നമ്പർ ഇതൊന്നും കാണാപ്പാടെ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ആകെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കാറ് പറഞ്ഞാണ്ട് അങ്ങനെ കാറ് കയറിയിട്ട് ചാർജ് ഒക്കെ കുത്തിയ ശേഷം സ്വിച്ച് ഓൺ ആക്കിയപ്പോ കുറെ കോളും ഉപ്പാന്റെയും കാക്കാന്റെ ഒക്കെ കോള് വന്നതാണ്. അപ്പൊ അവരൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, കാരണം വെബ്സൈറ്റ് കുറച്ച് ലാഗാണ്, കാരണം എല്ലാവരും നോക്കുന്ന ടൈമല്ലേ. അപ്പൊ ഞാനും ഇവിടെ ഇന്ത്യയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ബട്ട് എന്താ വെച്ചാൽ വെബ്സൈറ്റിന്റെ ലാഗ്, അവിടെ കാക്ക് ഇപ്പൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ കാക്ക എനിക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചു, എടാ റിസൾട്ട് അറിഞ്ഞോളൂ, സ്കോർ 701 തന്നെ, ഓൾ ഇന്ത്യ 111 റാങ്ക് തന്നു. അയ്യോ അത് കേട്ടപ്പോ എനിക്ക് ചെറിയൊരു വിഷമായി. ഞാനൊരു ഡബിൾ ഡിജിറ്റ് കാരണം 701 മാർക്ക് ഉണ്ടല്ലോ, അപ്പൊ ഞാനൊരു ഡബിൾ ഡിജിറ്റ് റാങ്കിലും പ്രതീക്ഷിക്കുന്നു. ബട്ട് കുഴപ്പമില്ല, കിട്ടിയ റാങ്ക് പറഞ്ഞാൽ 11111 കറക്റ്റ് ഒരു ഫാൻസി റാങ്ക്. പിന്നെ OBC 25 ഉണ്ട്. അപ്പൊ എന്തായാലും എയിംസ് ഡൽഹി കിട്ടും എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്നുള്ള ടൈം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ എത്തണം, എനിക്ക് പെട്ടെന്ന് എന്റെ പാരന്റ്സിനെ കാണുന്നുള്ളതായിരുന്നു. അങ്ങനെ അന്നാണെങ്കിൽ എന്ന് വെച്ചാൽ കൊച്ചിയിൽ ഭയങ്കര ബ്ലോക്കും. അങ്ങനെ നമ്മളിങ്ങനെ മെല്ലെ വന്ന് ഫുഡൊക്കെ കഴിച്ച് മെല്ലെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഞാൻ അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ഭയങ്കര സ്വീകരണത്തോടെ നിൽക്കുന്നൊക്കെ വിചാരിച്ചത്. ബട്ട് വീട്ടിലേക്ക് ഞാൻ എത്തിയപ്പോൾ 2 മണി 3 മണി രാത്രി അത്ര ടൈമായിരുന്നു. വീട്ടിലെല്ലാവരും ഉറങ്ങിക്കണം. അങ്ങനെ ഞാൻ നോക്ക് ചെയ്തപ്പോൾ ഇപ്പോഴാണ് തുറന്നത്. ഇപ്പൊ തുറന്നുകൊണ്ട് ഒരു ഹഗ്ഗൊക്കെ തന്ന് കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും ഉറങ്ങിക്കണം. എന്നിട്ട് പറഞ്ഞു പാനൂട്ടി ഇപ്പൊ ഉറങ്ങിക്കോളി, നമുക്ക് രാവിലെ ഉഷാറാക്കാന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ആയപ്പോ ഭയങ്കര പിന്നെ ഇത് വന്നില്ലേ, കാരണം യൂണിവേഴ്സലിന്റെ പോസ്റ്റർ വന്നു, സൈലത്തിന്റെ പോസ്റ്റർ വന്നു. ബട്ട് ഈ സമയത്ത് വേറൊരു കാര്യം ഉണ്ടായി. ഇവര് രണ്ടുപേരും 2 കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും വീഡിയോ റിലീസ് ചെയ്തു. ബട്ട് ഇത് സോഷ്യൽ മീഡിയ വേറെ രീതിയിലാണ് എടുത്തു. കാരണം ഞാൻ സൈലത്തിലും യൂണിവേഴ്സ് രണ്ടിടത്തും ഹോണസ്റ്റ് ആയിട്ട് പഠിച്ച ഒരു സ്റ്റുഡന്റ് ആണ്. ബട്ട് ഈ സോഷ്യൽ മീഡിയന്റെ വിചാരം ഞാൻ എന്തോ പൈസ കൊടുത്തിട്ട് എന്റെ റാങ്ക് ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തൊക്കെയാ പറഞ്ഞു, ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങിയതാ. അങ്ങനെ ആ ഒരു ടൈമില് കേരള ടോപ്പറിന്റെയിലേറെ ഞാൻ ഏറി കയറിയിരുന്നു ഈ ഒരു സംഭവം കാരണം. ഭയങ്കര ഒരു വാർ പോലെ തന്നെ ഉണ്ട്. അത് യൂണിവേഴ്സിലത്തെ വീഡിയോ ഇടുമ്പോൾ സൈലത്തെ സ്റ്റുഡൻസ് ഒന്ന് ഇവിടെ കമന്റ് ചെയ്യുക, എന്നാൽ അതിന് യൂണിവേഴ്സിലത്തെ സ്റ്റുഡൻസ് റിപ്ലൈ എടുക്കുക, സൈലത്തെ ഇത് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് നടക്കുക. എന്നിട്ട് ഇത് എവിടെ വരെ എത്തിയെന്ന് വെച്ചാൽ ഞാൻ എന്റെ സൈലം വേഴ്സസ് യൂണിവേഴ്സൽ എന്നുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്. തേങ്ങാക്കോല മീഡിയ നിങ്ങൾക്ക് അറിയണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫേമസ് ചാനലാണ്. ആ പേജിൽ വരെ ഇപ്പോഴും ഉണ്ട്. കുറെ അടിക്ക് പോയാൽ ആ ടൈമിൽ പോയാൽ എന്റെ ട്രോൾ ഇപ്പോഴും ഒരു കുമ്പിടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രോള് വരെ വന്നിരുന്നു. ബട്ട് എന്നാലും ഞാൻ ഇങ്ങനെ ഏറെ കയറുമ്പോഴും ഞാൻ ഇങ്ങനെ കുറച്ചിങ്ങനെ ഫേമസും ആയി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതിന്റെ കൂടെ. അങ്ങനെ പിന്നെ ഫുൾ അപ്രീസിയേഷൻസ് ചെയ്യുന്നു ഫാമിലിന്റെ വക, പിന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ വക ഒക്കെ. അങ്ങനെ ഭയങ്കര എല്ലായിടത്തും അപ്രീസിയേഷൻ കിട്ടലും പിന്നൊക്കെ ഇങ്ങനെ എക്സൈറ്റ്മെന്റ് കണ്ടു തുടങ്ങി. അന്നാണ് ഞാൻ ഇങ്ങനെ കുറെ ഈ എയിംസ് ഡൽഹിനെ കുറിച്ചുള്ള ഓരോ ടൂർ, ഈ ഇവിടുത്തെ റൂം ടൂർ, ഇവിടുത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഡോപ്പമിൻ വേറൊരു ലെവലിലേക്ക് വന്നു. ശരിക്കും വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. കാരണം വെച്ചാൽ ഇനിയിപ്പോ ഞാൻ നീറ്റ് PG ക്രാക്ക് ചെയ്താലും ഞാൻ തന്തായി. ആ ഒരു സമയത്ത് ക്രാക്ക് ചെയ്യണ ഒരു സുഖം കിട്ടൂല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ലെവലിലേക്കൊക്കെ എത്തുക, നിങ്ങളൊരു ടോപ്പർ ആയിട്ട് ആ ഒരു ടൈമിൽ റിസൾട്ട് ഒക്കെ വരുമ്പോ എന്താ ഒരു ഫീൽ, ആ ഒരു എന്താ പറയുക ആ ഒരു ഡോപ്പമിനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ്. അതൊക്കെ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഇതിന് ശേഷം ഒരു സെലിബ്രിറ്റി ലൈഫ് തന്നെയാണ് കേട്ടോ. ഏറ്റവും വലിയ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ സൈലത്തിലെ അനന്തു സാറും LK സാറും കൂടി എന്നെ അവിടുത്തെ ട്യൂഷൻ സെന്റർ ഇനോഗ്രേഷൻ ചെയ്ത് ഞാനാണ്. അതായത് കൊയിലാണ്ടിയിലായിരുന്നു ഫസ്റ്റ് സെന്റർ വന്നത്, വരെ ട്യൂഷൻ സെന്റർ. അതിൽ റിബൺ മുറിച്ചത് അന്ന് ഭയങ്കര രസമായിരുന്നു. LK സാറ് എന്താ വെച്ചാല് കോഴിക്കോട് നിന്ന് എനിക്കായിട്ട് ഒരു വണ്ടി പറഞ്ഞയച്ചിട്ട് എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ അവർ പിക്ക് ചെയ്തിട്ട് കൊയിലാണ്ടി പോയിട്ട് അവിടെ ഞാൻ ഇനോഗ്രേഷൻ ചെയ്ത് സ്പീച്ചൊക്കെ കൊടുത്ത ശേഷം എന്നെ തിരിച്ച് വീട്ടിലേക്ക് ആക്കി. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് എന്താ പറയാ ഒരു സെലിബ്രിറ്റി ലൈഫ് പോലെ തന്നെ ആയി ആ ഒരു ടൈമിൽ തന്നെ. പിന്നെ അവിടെ നിന്നുള്ള എല്ലാ പ്രോഗ്രാംസും ഇപ്പൊ യൂണിവേഴ്സിറ്റി യൂണിഫെസ്റ്റ് ആയാലും സൈലം മെഡിക്കൽ അവാർഡ്സ് ഒക്കെ ആയാലും ശരിക്കും അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ ഇന്നൊരു സെലിബ്രിറ്റി ലെവലിലായിരുന്നു കണ്ടിരുന്നത്. ഞാൻ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കി ഒരു നീറ്റ് ക്രാക്ക് ചെയ്താലും ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ലെവൽ ഓഫ് സാധനമൊക്കെ അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇനി അതിനെ കുറിച്ച് ആണെങ്കിൽ ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ പറയാനാണ് കേട്ടോ. ഓരോ ആ ഒരു പരിപാടിയിൽ പോകുമ്പോൾ ഉണ്ടാവും അവിടുത്തെ ഓരോ സ്റ്റുഡൻസിന്റെ റിയാക്ഷൻസും, അവർ വന്നിട്ട് ഇങ്ങനെ ഒരു സെൽഫി എടുക്കാൻ ചോദിക്കലും, അങ്ങനത്തെ ഒരു ശരിക്കും ഒരു സെലിബ്രിറ്റീസ് എക്സ്പീരിയൻസ് അത് വേണമെങ്കിൽ വെച്ചാൽ ഞാൻ വേറെ വീഡിയോയിൽ ചെയ്യാം. ഇനി അതിന്റെ കൂടെ തന്നെ ഈ നീറ്റ് എക്സാമിന്റെ റിസൾട്ടും എനിക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടി, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്തൊക്കെ തന്നു, ഫാമിലി എന്തൊക്കെ തന്നു, അങ്ങനത്തെ കാര്യങ്ങളും ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മോട്ടിവേറ്റ്
മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് കണ്ടന്റ് ചെയ്തു തരാം. അപ്പോൾ അത്രയ്ക്കായിരുന്നു എൻ്റെ നീറ്റ് എക്സാമിൻ്റെ ആൻഡ് റിസൾട്ട് ഒക്കെ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് കാണുന്ന ഓരോരുത്തരും ഇതേപോലെയൊക്കെ ഡ്രീം ചെയ്തിട്ട് എത്താൻ നോക്കുക. അതായത് നിങ്ങളെ പാരൻസും നിങ്ങളെ ഹോൾ ഫാമിലി ആൻഡ് നിങ്ങളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ നിങ്ങൾ കാരണം അത്ര ഒരു പ്രൗഡ് ആവണ ഒരു മൊമെന്റ്. അപ്പോൾ എത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ വരാൻ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ. ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. എന്താണ് അടുത്ത വീഡിയോ വേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്തോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.